നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. അടി മുതൽ മുടി വരെ അഴിമതി വിളയാടുന്ന വകുപ്പുകളിലൊന്നാണ് റവന്യൂ വകുപ്പ്. അഴിമതിക്കാരല്ലാത്തവർ ഇല്ലെന്നല്ല, എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ കണക്ക് പറഞ്ഞ് പണം വാങ്ങുന്നതായ പരാതികൾ ഈ വകുപ്പിനെ സംബന്ധിച്ച് വ്യാപകമാണ്. ഭൂമി സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റും സാധാരണക്കാരടക്കമുള്ളവർ ഏറ്റവും അധികം ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അഴിമതിക്കാർക്ക് ഇവിടം ചാകരയാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പദവി വഹിക്കുന്ന അഡീഷണൽ തഹസീൽദാർ ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് കാണാത്ത കേരളത്തിൽ. ഭരണസിരാകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തെ താലൂക്ക് ഓഫീസ് അഴിമതിക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ചോദിക്കുന്ന പണം കൊടുത്തില്ലെങ്കിൽ വാങ്ങിക്കാനുള്ള പണി അറിയുന്നവർ ഇവിടെയുണ്ട്. ഇത് ജഗതി സ്വദേശി രഞ്ജിത്ത്, ഇത് വട്ടിയൂർക്കാവ് സ്വദേശി ഭാസ്കരൻ പോറ്റി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരായ ഇരുവരും കൈവശത്തിലുള്ള പുറമ്പോക്ക് ഭൂമി പതിച്ചു കിട്ടുന്നതിനായി തിരുവനന്തപുരം താലൂക്ക് ഓഫീസിൽ കയറിയിറങ്ങുകയാണ്. ഇവർ പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെയാണ് അഴിമതി ലോകത്തെ അറിയിക്കാനുള്ള തീരുമാനമുണ്ടായത്. ജഗതി പാലത്തിനോട് ചേർന്നുള്ള 3 സെന്റ് സ്ഥലം രഞ്ജിത്തിന്റെ പിതാവ് ഭുവനേന്ദ്രൻ 1977 വിലയ്ക്ക് വാങ്ങിയതാണ്. ഇതിനോട് ചേർന്നുള്ള 1.5 സെന്റ് ആറ്റുപുറമ്പോക്കും ഇവർ കൈവശം വെച്ചു വരികയായിരുന്നു. ഈ 1.5 സെന്റിന് ഭുവനേന്ദ്രന്റെ അനുജൻ അവകാശം ഉന്നയിച്ചതിനാൽ വിഷയം ഇപ്പോൾ കോടതിയിലാണ്. സഹോദരന് ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ ഈ സ്ഥലം വാടകയ്ക്ക് നൽകിയതാണെന്നും ഇപ്പോൾ ഒഴിയുന്നില്ലെന്നുമാണ് ഭുവനേന്ദ്രന്റെ വാദം. അതേസമയം ഡ്രൈവിംഗ് സ്കൂളിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന സഹോദരൻ സ്ഥലം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വാദിക്കുന്നു. 3 സെൻറ്റ് വസ്തു ഞാൻ 77 വാങ്ങിച്ചിട്ടുള്ളതാണ്. വാങ്ങിച്ച എൻ്റെ കൈവശം ഇരുന്ന് എനിക്ക് 1.5 സെൻറ്റ് പട്ടയം കിട്ടി. അങ്ങനെ 4 സെൻറ്റ് എൻ്റെ കൈവശം ഇരിക്കുകയാണ്. ഞാനിങ്ങനെ കരം അങ്ങോട്ടും ഇന്നൂരെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എൻ്റെ സൗകര്യങ്ങളാണ്, അവർക്ക് വേണ്ടി ഞാൻ ഇത് നടത്താനായിട്ട് കൊടുത്തപ്പോൾ ഇവരുണ്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ഓഫീസിൽ കൊടുത്തു. അവർ ഹൈക്കോടതിയിൽ കേസായി. ഇവിടെ സിവിൽ കോടതിയും കേസ് നടക്കുകയാണ്. സ്ഥലം ഭുവനേന്ദ്രന്റെ കൈവശത്തിലായിരുന്നെന്ന് ഇടയ്ക്ക് നടന്ന വിജിലൻസ് പരിശോധനയിൽ വ്യക്തമായിരുന്നു. സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചു. ഇത് എൻ്റെ പരിപൂർണമായി ഇത് എൻ്റെ ഭൂമിയാണ്, ഈ പറയുന്ന ആൾക്കാർക്ക് വാസ്തവവിരുദ്ധമായ പരാതിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിജിലൻസ് റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ്. ആറ്റുതീരത്തുകൂടി റോഡ് പണിയാൻ പദ്ധതിയിട്ടിട്ടുള്ള ഇറിഗേഷൻ വകുപ്പും സ്ഥലത്തിന് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. സ്ഥലം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഭുവനേന്ദ്രന് ഇവർ നോട്ടീസും നൽകി കഴിഞ്ഞു. ഈ വികസനത്തിന്റെ ഭാഗമായി ഇറിഗേഷൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, അത് വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. വികസനത്തിന് വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നിരവധി പരാതികൾ ലഭിച്ചപ്പോൾ കോടതി വിധി വന്ന ശേഷം തീർപ്പാക്കാമെന്നായിരുന്നു ആദ്യം റവന്യൂ അധികൃതരുടെ നിലപാട്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഹിയറിങ്ങിന് വിളിച്ച ശേഷം തഹസിൽദാർ പറയുകയാണ്, ഒന്നീ വസ്തു അദ്ദേഹത്തിന് വിലയ്ക്ക് കൊടുക്കുക. വസ്തു വിലയ്ക്ക് കൊടുക്കാൻ പലതവണ പറഞ്ഞു, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ന്യായമായിട്ടുള്ള വില മേടിച്ചു തരാമെന്ന് പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തഹസിൽദാർ ഞങ്ങളെ വിളിച്ചു, 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഈ റെക്കോർഡ് മുൻ ജമീയുടെ പേരിൽ തിരുത്തിയിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതാണ് തിരുവനന്തപുരം അഡീഷണൽ തഹസീൽദാർ KS വേണുഗോപാൽ. വേണുഗോപാലിനെ കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഭുവനേന്ദ്രനും മകനും ഉന്നയിക്കുന്നത്. അത് പട്ടയം മാറ്റില്ല, അങ്ങനെ മാറ്റിയിട്ട് എൻ്റെ പേരിലേക്ക് പട്ടയം അങ്ങനെ മാറ്റില്ല പറഞ്ഞു. അത് 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അത് ഗോപൻ എന്ന് പറഞ്ഞ ഒരാളും അതിനകത്ത് അഡീഷണൽ തഹസീൽദാരായിട്ടാണ് എൻ്റെ ചോദിച്ചത്. ഞാൻ എൻ്റെ ഒരു പൈസ തരാനില്ല, എന്നെ കൊണ്ടുവരുന്ന വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പഴയ കുഞ്ഞികൃഷ്ണൻ നായരുടെ പേരിൽ ഒരു പട്ടയം മാറ്റിയിട്ടൊക്കെയാണ്. എതിർകക്ഷിക്ക് വസ്തു വിലയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് വേണുഗോപാൽ ഭീഷണിപ്പെടുത്തിയെന്നും തുടർന്ന് തർക്കഭൂമി പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന ആളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തെന്നും ഇവർ ആരോപിക്കുന്നു. രഞ്ജിത്തിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ ആരോപണം ശരിവെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മാറ്റാനായി അഡീഷണൽ തഹസീൽദാർ വീണ്ടും പണം ചോദിക്കുന്നതായാണ് രഞ്ജിത്തിന്റെ പരാതി. ഈ റെക്കോർഡ് തിരുത്തിയിടുമെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ മിനിസ്റ്റർ അടുത്ത് കാര്യം നേരിട്ട് പറഞ്ഞു. മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. മിനിസ്റ്റർ അത് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു 3 മാസത്തിനകത്ത് നടപടിയെടുത്ത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതെ, ജില്ലാ കളക്ടറോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് 10,000 എന്നെ കാണുമ്പോഴൊക്കെ 10,000 വെച്ച് വാങ്ങിക്കാറുണ്ട്. നിരന്തരം പൈസയ്ക്ക് വേണ്ടി ഫോണിൽ കിടന്ന് വിളിയായിരുന്നു. അതിൻ്റെ ഫോൺ റെക്കോർഡിൻ്റെ കോപ്പി വേണമെങ്കിൽ ഹാജരാക്കാൻ തയ്യാറാണ്. സമാനമായ അനുഭവങ്ങളാണ് ഭാസ്കരൻ പോറ്റിക്കും പറയാനുള്ളത്. പോറ്റിയുടെ കുടുംബം തലമുറകളായി കൈവശം വെച്ച് വരുന്ന 82 സെന്റ് പുറമ്പോക്ക് ഭൂമി പതിച്ചു കിട്ടാനാണ് ഇദ്ദേഹം താലൂക്ക് ഓഫീസിൽ അപേക്ഷ നൽകിയത്. വീട് സ്ഥിതി ചെയ്യുന്ന 42 സെന്റ് സ്ഥലത്തോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം. കാര്യം നടത്താനായി 5000 രൂപ അഡീഷണൽ തഹസീൽദാർ കൈക്കൂലി വാങ്ങിയതായും ഭാസ്കരൻ പോറ്റി പറയുന്നു. 42 സെന്റ് സ്ഥലം എൻ്റെ കൈവശമുള്ളത്. അതുകൂടാതെ ഒരു 90 സെൻറ്റോളം പുറമ്പോക്ക് ഗവൺമെൻറ് വസ്തുവും എൻ്റെ കൈവശമുള്ളതാണ്. ആയതിന് പട്ടയം കിട്ടുന്നതിന് വേണ്ടി റവന്യൂ അദാലത്തിൽ അപേക്ഷ കൊടുത്തു. അതനുസരിച്ച് അഡീഷണൽ തഹസീൽദാരെ കാണാൻ ആവശ്യപ്പെടുകയും ഞാൻ അഡീഷണൽ തഹസീൽദാരെ കാണാൻ ചെന്നപ്പോൾ കണ്ട് അദ്ദേഹവുമായി സംസാരിച്ചു. അത് ഫയലിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം തിരുമേനി ഇത് 10 ലക്ഷം രൂപയുടെ ചിലവുണ്ട്, അത് തന്നാൽ മാത്രമേ ഇതിന് എനിക്ക് എന്തെങ്കിലും നടപടി സ്വീകരിച്ച് പട്ടയം തരാൻ കഴിയുള്ളൂ എന്നാണ് അഡീഷണൽ തഹസീൽദാർ പറഞ്ഞത്. അതിന് ഞാൻ അഡ്വാൻസായി കുറച്ച് തുക അദ്ദേഹത്തിൻ്റെ കൈവശം കൊടുക്കുകയും ചെയ്തു. അഡീഷണൽ തഹസീൽദാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണോ എന്നറിയാനുള്ള ഉദ്യമമായിരുന്നു പിന്നീട്. രഞ്ജിത്തിനെ തുടർച്ചയായി ഫോണിൽ വിളിച്ച് വേണുഗോപാൽ പണം ആവശ്യപ്പെടുന്നതായി ഇയാൾ പരാതിയിൽ പറഞ്ഞിരുന്നു. കാര്യം ശരിയാണോ എന്നറിയാൻ ഞങ്ങളിലൊരാൾ ഭാസ്കരൻ പോറ്റിയുടെ അനുജനെന്ന വ്യാജേന രഞ്ജിത്തിനൊപ്പം താലൂക്ക് ഓഫീസിലെത്തി. പണം ആവശ്യപ്പെട്ടിട്ടും രഞ്ജിത്ത് എത്തിക്കാഞ്ഞതിനാൽ അഡീഷണൽ തഹസീൽദാർ ദേഷ്യത്തിലായിരുന്നു. അവിടെ സർട്ടിഫിക്കറ്റ് എൻട്രൻസ് നടക്കുകയാണ്. കളക്ടർ സ്കൂളിലെടുത്ത് അവിടെ പാസ്സായില്ല. ഒന്ന് വിളിച്ചത് വാക്ക് പറയാ. നീ പറഞ്ഞില്ല, നീ വാക്ക് പറഞ്ഞില്ല. എന്നെ കുറേ നേരം അവിടെ ക്യാമ്പസിലാണ് നിർത്തി. കുറേ നേരം അപ്പുറത്ത് ഫോൺ എടുക്കില്ല. ട്രഷറിയിൽ പോയപ്പോൾ എനിക്ക് എൻ്റെ ശമ്പളം ബില്ലും ക്യാൻസൽ. കാരണം നാളെ എനിക്ക് മറ്റന്നാളെ മാറ്റി വെച്ചു. ഞാൻ 100 ടോക്കൺ തന്നു ഇങ്ങോട്ട് കൊടുത്ത കുറേ എൻ്റെ 99 190 എന്തോന്ന് കാണിക്കുന്നത് നീ വേണ്ട. വേറെ ഒരു കാര്യം നമ്മൾ വിളിക്കരുത്, ഇങ്ങോട്ട് വരരുത്. ഞാൻ വേറെ ചെയ്യും. ഞാൻ നിന്റെ വേറെ പറഞ്ഞാൽ പിന്നെ നീ കണക്ക് കാര്യമൊന്നും കാര്യമില്ല. പുറമ്പോക്ക് ഭൂമി പതിച്ചു കിട്ടാനായി ഭാസ്കരൻ പോറ്റി മന്ത്രി നടത്തിയ അദാലത്തിൽ അപേക്ഷ നൽകിയതിനെക്കുറിച്ച് വേണുഗോപാൽ ഇങ്ങോട്ട് പറഞ്ഞു. മന്ത്രി അതുകൊണ്ട് അദാലത്തിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഞാൻ തിരുവനന്തപുരം ചുമ്മാ പുതുവടിക്കല് നിങ്ങളെ ചേട്ടാ പുതുവത്തായാലും ഒരു കടൂല അതിനകത്ത്. കിട്ടുന്നില്ല. അത് എഴുതിവിട്ട 81 സെന്റ് സ്ഥലം 18 ആൾ പോകുന്നതാണോ? കാരണം മന്ത്രി തന്നെ കാണിക്കുന്നത്. മന്ത്രി ഒപ്പിട്ട് എന്തോന്നാണ് കാണിക്കുന്നത്? സ്ഥലത്തിലൊന്നും മന്ത്രി തൊഴിലില്ല. ചികിത്സയുടെ ചെക്ക് അത് 1 ലക്ഷം രൂപ വന്നു. ക്യാൻസറാണ്. അവർ 2 ലക്ഷം കൂടെ കൊണ്ട് 25,000 കൂടെ കൊണ്ട് ഓർഡർ. അല്ലെങ്കിൽ കാല് പിടിക്കും, കിടപ്പിലാണ്, പഴുത്തിരിക്കുകയാണ്. 10,000 കൊടുത്തു, 2,000 കൂടെ കൊടുത്തു. അത് വസ്തുവിൻ്റെ ചിലവുകളില്ല. കാരണം കോടതിക്ക് ഒരു വിധമായി 10 ദിവസം ഇദ്ദേഹം പറഞ്ഞായിരുന്നു അയാൾ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്നത് കൊണ്ടിരിക്കുകയാണ്. ഞാൻ 15 കാണിച്ചില്ല. അതെന്ത് തന്നിരിക്കുക. ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നത്? 10,000 കൊടുത്തിട്ട് പറയും കക്ഷത്തിൽ കളി ഹാജരാക്കാൻ നമുക്ക് ലെറ്റർ കൊടുക്കാൻ പറയും. അവിടെ പേപ്പർ വരും. പേപ്പർ വരുമ്പോൾ കളി പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോൾ അവൻ ക്ലോസ് ചെയ്തു പോകും. അദാലത്തിൽ അപേക്ഷ നൽകിയതിന്റെ ദോഷവശങ്ങളും അതിൽ നിന്ന് കരകയറാനുള്ള വഴിയുമായിരുന്നു പിന്നീട്. അതൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ ഇതിപ്പോൾ പുറത്തെ അപേക്ഷകൾ ഒഴിവാക്കാൻ ഞാൻ നോക്കണമെന്നില്ല. റവന്യൂ അദാലത്ത് 2
എൻ്റെ ഫലമില്ല എല്ലാ സെക്ഷൻ നമ്മുടെ ബാത്റൂം പോയി കൊടുത്തിട്ടുണ്ടല്ലേ? ചേട്ടൻ കൊടുത്ത അപേക്ഷയിൽ ഞാൻ കൊടുത്ത അപേക്ഷ ഞാൻ കൊടുത്തതാണ്. ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കൊടുത്താൽ നിങ്ങൾ വെച്ചു വെച്ചോ. ഈ അടുത്ത ലക്ഷം മുമ്പ് റവന്യൂ കാലത്ത് കൂടെ വരുന്നുണ്ട്. റവന്യൂ കാലത്തിൽ നിന്റെ വസ്തു ഓരോ കർഷകർക്ക് ഭൂമിയിലൊക്കെ 0 ലാൻഡ് ഉറപ്പാണ്. ഈ താലൂക്കിൽ 10,150 അപേക്ഷ അയച്ചിട്ടുണ്ട്. ഈ താലൂക്കിന് മാത്രം 33 അതിൽ 10,340 ഇവിടത്തെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്ത് തെറ്റി തന്നാണ്. ബാക്കി നമ്മൾ ഇവിടെയുള്ള ഈ സെക്ഷനുകളെല്ലാം കൊടുക്കും. അതിലൊരെണ്ണാണ് ഈ സംഗതി വരുന്നവിടെ എല്ലാ സെക്ഷനുണ്ട്. ഭൂപതി അവിടെ മനോജയാണ് ഈ അപേക്ഷ വന്നത്. ഞാൻ അപ്പം ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ ഇങ്ങനൊരു അപേക്ഷ നമുക്ക് ചെയ്യാൻ പറ്റും. ചേട്ടൻ വന്നപ്പോൾ ആ കൂടെ ഈ പാടവും ഈ നോട്ട് പേപ്പറും ചേട്ടൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യ ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്, പേപ്പറും കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ലും കാലത്ത് വേണം, റേഷൻ കാർഡും കൈവശം കിട്ടാൻ മതി. സാറേ ഈ ഡോക്യുമെന്റ്സ് ചോദിച്ചു കൊടുക്കുമ്പോഴേ ഡോക്യുമെന്റ്സ് പതിനെന്ന് പറയുമ്പോൾ മാക്സിമം 10 സെന്റ് മേലെ പോകില്ല. 19 സെന്റ് അത് പണ്ട് വർഷങ്ങളായിട്ട് കയ്യിലുള്ള സാറേ. എത്ര വർഷമായോ? ചേട്ടനോട് പറയാം ഞാൻ അതെന്താ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാം നമുക്ക്. ഞാൻ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പം തിരിച്ചു കൊടുക്കാം. സാറേ 10 രൂപ പുള്ളി എന്തിനു മേടിച്ചാൽ 10 രൂപ പുള്ളി തന്നായിരുന്നല്ലോ സാർ. 10 രൂപ തന്നായിരുന്നല്ലോ. എന്നോടൊന്ന് മേടിച്ചായിരുന്നല്ലോ. 5 രൂപയാണ് സാറേ. അല്ല എന്നോട് 10 രൂപ മേടിച്ചു. പക്ഷേ പുള്ളി സാറേ 5 വന്നപ്പോൾ അല്ല എന്നോട് 10 അതാണ് സാറേ. ബാക്കി ഞാൻ അറേഞ്ച് ചെയ്യാം. അല്ല സാറേ അത് എത്ര ഞാൻ ശരിയാക്കാന്നേ, പ്രശ്നമില്ല. അത് കുഴപ്പമില്ല സാർ. എന്താ ഞാൻ ഇവനും അതിനകത്തുള്ള മാറ്റി വെച്ചിരിക്കുകയാണ്. അതേ പടി അതേ നോട്ട് അത് നമ്മൾ നോട്ടി കഴിഞ്ഞ് ഗുണമായി അങ്ങനെ അത് കുഴപ്പമില്ല. ഇത് എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെ മേടിക്കാൻ അങ്ങനെ ഞാൻ കൊടുക്കാത്ത പറമ്പ് പോയിട്ട് പോയിട്ട് ഞാൻ കൊടുക്കാതിരിക്കും അമ്മയാൻ തോന്നുന്നതാണ്. അതിനൊന്നും പറയില്ല. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് നോക്കണം. എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. ഫൈൽ വെക്കും, അതിനെ കൂടും, കത്ത് കൊടുക്കും. ഇത്ര കത്ത് വരുന്നത് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുകളുണ്ടെങ്കിൽ ഹാജരാക്കുക. ചിലപ്പോൾ പറയും ഇല്ലാത്ത പക്ഷം ഈ സർക്കാർ പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി എല്ലാം ചെയ്ത് ഒരെണ്ണം തെറ്റിയെത്ത് നിർത്തും. ഭാസ്കരൻ പോറ്റി നേരത്തെ പണം നൽകിയ കാര്യം സൂചിപ്പിച്ചപ്പോൾ 5000 എന്ന് വേണുഗോപാൽ തിരുത്തി. എന്നോട് 5 എന്നോട് 10 രൂപ മേടിച്ച് എന്നോട് പറഞ്ഞത് ഒരു ചിലർക്ക് തരുമ്പോൾ മനസ്സിലായി. അല്ല സാറേ എന്നോട് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇത് പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും കുറച്ച് ഗുണമുണ്ടെന്നുകൊണ്ടാണ് ഞാൻ പൈസ കൊടുക്കാൻ കാരണം. സാറേ അല്ല പിന്നെ പൈസ നമ്മുടെ കുടുംബത്തിൽ പുള്ളി ഞാൻ നോക്കട്ടെ. കൈക്കൂലി വാങ്ങിയത് എത്ര കറൻസികളാണെന്ന് വരെ അദ്ദേഹം ഓർത്തു വച്ചിട്ടുണ്ട്. കാര്യം നടന്നില്ലെങ്കിൽ പണം തിരികെ തരുമെന്ന് വേണുഗോപാൽ ഉറപ്പു നൽകി. അല്ല ബാക്കി അതോ ആരോ ചുരുട്ടി കൂട്ടിയത് കുഴപ്പമില്ല. അതങ്ങനെ കളി പറയുന്നത്. പൊതുസ്ഥലങ്ങളിലും ഓഫീസിലും പാലിക്കേണ്ട മര്യാദകളൊന്നും തലസ്ഥാനത്തെ താലൂക്ക് ഓഫീസിൽ ബാധകമല്ല.
രഞ്ജിത്തിന്റെ അപേക്ഷ സംബന്ധിച്ച കാര്യങ്ങളും സംസാര വിഷയമായി. ഞാൻ പോയാൽ എന്തെങ്കിലും പ്രശ്നം എൻ്റെ ശമ്പളം എൻ്റെ പെൻഷനും കിട്ടും. അപ്പോൾ ഇപ്പോൾ കണ്ട ദിവസം ഡിവിജൻസ് കയറിയിട്ട് ഇന്നലെ 3 കേസ് നോക്കി. 3 കേസ് നോക്കി 2 പേര് ഭാഗ്യവന്മാർ. അവരിരിക്കുന്നത് 2 പേരും ബസ് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക. മറ്റൊരു പെൻഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റല്ല, മറ്റൊരു പെൻഷൻ കൂടി. അത് കർണാടക ഈ സർവീസിന് പോയാലും ഈ യൂണോടെ നിന്നാലും ബന്ധിക്കാൻ പറ്റും. 2 പേര് 2 പേര് ചത്തിരിക്കുകയാണ്. എനിക്കൊന്നും എനിക്കില്ല, പെൻഷനായി പോയത്. കാരണം പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇപ്പോഴാണ് എന്റെ കേസ് ക്ലിയർ ആണ്. എന്റെ കേസ് ഒപ്പം നോക്കി തന്നെയാണെന്നുള്ളത്. ഒപ്പം നോക്കാതെ ഇല്ല. ഒപ്പം വളരെ ക്ലിയർ ആയിട്ട് അതുകൊണ്ട് പോക്കുവരി ഉദ്യോഗസ്ഥന്റെ പേര് എന്ന് പോക്കുവരി കോപ്പി എനിക്ക് തന്നെ ഉദ്യാനമ്മ പത്മനാഭ പ്രതീക്ഷമായ നമ്പാട്ടൂർ കൈമാറ്റം ഞാൻ ചാർജർ കുറച്ച് ദിവസമല്ലായിരുന്നു. ഈ പല്ല് നേരത്തെയുള്ള പല്ല് ഇത്രയും ഇല്ലായിരിക്കും. ഒരു ജഡ്ജിമെന്റ് എന്തിയോ പറയുന്നില്ല. അവരുടെ കല്യാണി വേറെ ഏതൊക്കെ പഴയ ആറക്കമായി പറയും. എനിക്കത് പറഞ്ഞില്ല. ഇവന്റെ പയ്യൻ എടുത്തു വന്നു. അത് ശരിയായ കക്ഷേപം ചെയ്തത് ശരിയായ കക്ഷേപം ചെയ്തു. മുൻകക്ഷി ജമീനൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് ഇവന്റെ അച്ഛനും എന്റെ അച്ഛൻ്റെ ഇതിനും കൂടിയിട്ടാണ് അവര് അടിക്കുകയോ പിടിക്കുകയോ വാങ്ങുന്നില്ല. മുൻകക്ഷി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളല്ല. അവര് വസ്തു 3 സെന്റത്തിനാണ്. പിന്നെ അവർ പോലീസ് അവർ എവിടെയാണ് 6 കോടില്ല. മനസ്സിലായി? പിന്നെ ഇത് മാറ്റിയിട്ട് അവൻ സപ്പോർട്ടാവും. ഈ വാറക്കാരനത് അനുയോജ്യമായ വിധിയാവും. മനസ്സിലായില്ല? അവന് വേണ്ടി ചെയ്ത പരിപാടി ഈ സർവ്വ ഞാൻ പോട്ടെ. തുടർന്ന് 1000 രൂപ രഞ്ജിത്ത് വേണുഗോപാലിന് കൈമാറി. ബാക്കി അടുത്ത ദിവസം എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് ഞങ്ങൾ മടങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും താലൂക്ക് ഓഫീസിലെത്തി. അഡീഷണൽ തഹസിൽദാരുടെ കൂടുതൽ ലീലാവിലാസങ്ങൾ അന്ന് കാണാനായി. വേണുഗോപാൽ ഉളുപ്പില്ലാതെ പണം വാങ്ങുമെന്ന് ഉറപ്പായിരുന്നതിനാൽ കൂടുതലുണ്ടെന്ന ധാരണ സൃഷ്ടിക്കാനായി കുറച്ച് 10 രൂപ നോട്ടുകളും മുകളിൽ 2 100 രൂപ നോട്ടുകളും 500 രൂപയും വെച്ച് ചുരുട്ടിയാണ് ഇക്കുറി കൊണ്ടുപോയത്. ഞങ്ങൾ എത്തിയ ശേഷമാണ് വേണുഗോപാൽ ഓഫീസിലെത്തിയത്. വിവിധ ആവശ്യങ്ങളുമായി എത്തിയവർ ഈ സമയം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഒഴിവാക്കി. രഞ്ജിത്ത് നീട്ടിയ പണം ഓഫീസിൽ വെച്ച് തന്നെ അന്നും വേണുഗോപാൽ വാങ്ങി. പാൻസിന്റെ പിൻഭാഗത്തെ പോക്കറ്റിൽ നിക്ഷേപിച്ച കൈക്കൂലിപ്പണം എടുത്ത് എണ്ണി നോക്കുന്ന ചടങ്ങായിരുന്നു അടുത്തത്. മറ്റു ജീവനക്കാർ കാണുന്നതൊന്നും ഇദ്ദേഹത്തിന് പ്രശ്നമല്ല.
ഇയാൾ അവിടെ നാശിച്ചു വന്നു. 10 രൂപ നോട്ടുകൾ കണ്ട് ആദ്യം വേണുഗോപാൽ അമ്പരന്നെങ്കിലും രഞ്ജിത്ത് ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിന്നും വാരിക്കൊണ്ടുവന്നതാണെന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തട്ടിവിട്ടതോടെ ശാന്തനായി. അമ്പലത്തിൽ കിട്ടിയതാണ്. സാറേ ഞാൻ ഹരിപ്പാട്ട് പോകുന്നു. ഹരിപ്പാട്ട് വരെ പോകുന്നു. ഞാൻ ആ ഫയലെടുത്ത് അങ്ങ് കൊടുക്കാം. ഇല്ല സാറേ നമ്മുടെ കാണിക്കല്ലേ. ഞാൻ പൈസ ഉണ്ടെങ്കിൽ പോവാം സാറേ. ഞാൻ പൈസ ഉണ്ടെങ്കിൽ പോവാം. ഹരിപ്പാട്ട് പോവാം. ഞാൻ പോട്ടെ. ഹരിപ്പാട്ട് നമ്മുടെ കൂട്ടം. ഞാൻ പോവാണ്. കൂട്ടുക. ഈ അഡീഷണൽ തഹസീൽദാരുടെ ഓഫീസിൽ അല്പസമയം നിൽക്കുന്നത് തന്നെ രസകരമാണ്. ഇവിടെയും എന്നെ നിങ്ങൾ കാര്യം കേട്ടാ തട്ടിയിട്ട് പറക്കെടുത്ത് ഞാൻ കൊള്ളൂല. അവിടെ പോവുക. ഞാൻ വിട്ടേക്കാം. ഫോട്ടോ എടുക്കാം. നിങ്ങളെങ്ങനെ ധൃതി പിടിക്കുന്നത് വലിയ കുഴപ്പമിനകത്ത് വായിച്ചു നോക്കണ്ടേ? സർട്ടിഫിക്കറ്റ് നൽകാം. കൊടുക്കാവുന്നതാണ് എഴുതൂല. അവന്റെ അറിവിലുള്ള അവനറിയാം നീ മറ്റേ ജാതിയാന്നുള്ളത്. സർട്ടിഫിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് തള്ളിയതല്ലേ എഴുതില്ല. എന്നിട്ട് കൊണ്ട് തള്ളിയിട്ട് ചാടി എന്തോ സംഗതി എന്തോ പ്രശ്നവും ആ സ്ഥലം വലത്തിനെത്താത്തിൻ്റെ കൺട്രോൾ പോയിട്ട് വന്ന് ന്യായസ്ഥാനം ഇട്ട് പോകും. എന്നിട്ട് ഇവിടെ പോയി പള്ളി എൻ്റെ ഓഫീസും കൂട്ടില്ല. എൻ്റെ ശരിയുള്ള സ്വഭാവം ഞാൻ ഓട് നിങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ആ ദാസാരങ്ങളെ മേടിക്കുക. ആ ദാസാരം ഞാനൊക്കെ കണക്ക് തന്നെ അങ്ങനെ കട്ടിയിട്ട് പോയി ഞാൻ വസ്തുവിൻ്റെ പേപ്പർ ഒപ്പിട്ടു. അവനൊന്നും ഒന്നറിഞ്ഞ സ്വഭാവം അവൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തൊന്നും പരാതി ഇങ്ങനെ കൊണ്ടുവരല്ലേ ഞാൻ ഫയല് വേണ്ട മര്യാദ. കിട്ടുന്നത്രയും ആകട്ടെ എന്ന വിചാരമേ ഇദ്ദേഹത്തിനുള്ളെന്ന് തോന്നുന്നു. റവന്യൂ വകുപ്പിലെ അഴിമതിക്കാരുടെയും ആർത്തിക്കാരുടെയും പ്രതിനിധിയാണ് വേണുഗോപാൽ. റവന്യൂ വകുപ്പിലെ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിൻ്റെയും അതിൻ്റെ കണക്ക് പറയുന്നതിൻ്റെയും തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് അധികൃതരാണ്. ഭരണനേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയിരിക്കുമ്പോൾ ഒരുപറ്റം ഉദ്യോഗസ്ഥർ ഇത് അനുകൂല സാഹചര്യമായി കണ്ട് ജനത്തെ പിഴിയുന്നു. കൈക്കൂലി ചോദിക്കുന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിജിലൻസിനെ അറിയിച്ചാലുള്ള നൂലാമാലകൾ ഭയന്ന് സാധാരണക്കാർ എല്ലാം സഹിക്കുന്നു. കൈക്കൂലി നൽകുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും നിസ്സഹായാവസ്ഥ മൂലം അത് നൽകാൻ പലപ്പോഴും അവർ നിർബന്ധിതരാകുകയാണ്. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ തുറന്നു കാട്ടാൻ രഞ്ജിത്തും ഭാസ്കരൻ പോറ്റിയും കാട്ടിയ ആർജവും അനുകരണീയമാണ്. അഴിമതിയുടെയും നിയമലംഘനങ്ങളുടെയും നേർക്കാഴ്ചകളുമായി കാണാത്ത കേരളം വീണ്ടും അടുത്തയാഴ്ച.